കൂട്ടുകാരെ, നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ കറുമുറ തിന്നാൻ പറ്റണ ചെറിയ മടക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി മൈദപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിൽ ഒരിച്ചിരി ഉപ്പ് ചേർത്തി കൊടുക്കാം. അതിൻ്റെ കൂടെ 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്തി കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് നെയ്യും പഞ്ചസാരയും ഒക്കെപ്പാട് മാവും ഒക്കെപ്പാട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ വലിയ മടക്കുണ്ടാക്കുന്ന വീഡിയോ ഇതിൻ്റെ താഴത്തിട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. അതിന് മധുരം വേണം, ഇതിന് വലിയ മധുരമൊന്നും വേണ്ട, മീഡിയം മധുരം മതി. അതാണ് കുറച്ച് പഞ്ചസാര ഇട്ടത്. ഇപ്പോൾ നമ്മുടെ നെയ്യും പഞ്ചസാരയും മൈദപ്പൊടിയും ഒക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പിടിച്ച അങ്ങനെ വരും. നമുക്കിനി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. തോനെ വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ലേശം കൂടി മൈദപ്പൊടി ഇട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമല്ലോ, അതേപോലെ കുഴച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഇപ്പം നമ്മുടെ മാവ് ഒരു 5 മിനിറ്റ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കണ്ടില്ലേ, ഇതേപോലെ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ വെറുതെ വെച്ചാൽ പോരാ, ഒന്ന് ഇച്ചിരി എണ്ണ പുരട്ടി വെക്കുക, അതില്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുക. ഞാനിതിലിപ്പോൾ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ പുരട്ടിയിട്ടാണ് വെക്കുന്നത്. അതൊക്കെ ഒന്ന് സെറ്റായിരിക്കട്ടെ കേട്ടോ. ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി നന്നായിട്ട് മിക്സാക്കി വെക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മുടെ മാവ് കുഴച്ച് വെച്ചത് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 6 കഷ്ണമാക്കി എടുക്കാം. ഞാനിവിടെ ഇത് 6 കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇതാ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എല്ലാതും ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ടേബിളിൽ കുറച്ച് പൊടി വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരെണ്ണം പരത്തിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് അടുത്തതും കൂടി ഇങ്ങനെ ലേശം പൊടി പുരട്ടിയിട്ട് പരത്തിയെടുക്കാം. ഇപ്പം 2 എണ്ണം പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സാക്കി വെച്ച സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് പുരട്ടി കൊടുക്കാം. ഇത് നന്നായിട്ട് പുരട്ടി കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് പൊടി വിതറി കൊടുക്കാം. ഇനി ഇതെടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഒന്നുകൂടി വലുതായിട്ട് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വലുതാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആദ്യത്തെ പോലെ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, പരത്തി കൊടുക്കാം. സൺഫ്ലവർ ഓയിലും നെയ്യും പാടെ തേച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും പടൻ്റെ രീതിയിൽ വേണം ഇത് പുരട്ടി കൊടുക്കാൻ. കുറച്ചുകൂടി മൈദപ്പൊടി വിതറി കൊടുക്കുക. ഇത് നമുക്കിനി നീളം കൂടിയ ഭാഗത്തുനിന്ന് ഉരുട്ടിയെടുക്കണം. ഇത് നമുക്കിനി ഉരുട്ടി ഇങ്ങനെ
നല്ല ഷേപ്പിലാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ നല്ല ഷേപ്പായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ആദ്യം ഈ വക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് അടുത്തത് മാവ് കുഴയ്ക്കുമ്പോൾ അതിലിട്ട് കുഴയ്ക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതേപോലെ മുറിച്ചെടുക്കാം. അങ്ങനെ ഒരു റോള് മൊത്തം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ പരത്തി മുറിച്ചെടുക്കാം. ഇപ്പം നമ്മളിതൊക്കെ പരത്തി ഉരുട്ടി മുറിച്ചെടുത്ത് ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറുമുറാന്നാവണത് വരെ പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണ വല്ലാതെ ചൂടാവരുത്, ഒരു മീഡിയം ചൂട് ഇതേപോലെ ആയാൽ മതി. എന്നിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം തീ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ മേലെ മുരുമുരനാവും, ഉള്ളിൽ വേവില്ല. അങ്ങനെ നമ്മുടെ ചെറിയ മടക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ കളറാവുമ്പോൾ നമ്മൾ എടുക്കാം. മീഡിയം തീയില വെച്ച് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ രണ്ടാമതിട്ടതും ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മക്കളെ നമ്മൾ എല്ലാ കുഞ്ഞു മടക്കുകളും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുഞ്ഞു മക്കൾക്ക് എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.